ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മലയാളത്തിൽ 10 മാർക്കിനാണ് മോക്ക് ടെസ്റ്റ് വന്നിരിക്കുന്നത്. പെഡഗോഗിയുടെ പോർഷൻ തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സാഹിത്യപരം എന്ന ടോപ്പിക്കിൽ കവിതാ സാഹിത്യവുമുണ്ട്, കഥാസാഹിത്യവുമുണ്ട്. അത് രണ്ടുമാണ് ഇന്നത്തെ ടോപ്പിക്ക്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജനകീയ കവി എന്ന വിശേഷണത്തിന് കുഞ്ചൻ നമ്പ്യാർ കവിതകളുടെ ഏത് സവിശേഷതകളായിരിക്കും കാരണമായി തീർന്നത്? പുരാണ കഥകളും സംഭവങ്ങളും ഹാസ്യാത്മകമായി അവതരിപ്പിച്ചു. ജനസാമാന്യത്തിന് പരിചിതമായ അന്തരീക്ഷത്തെ പുരാണ കഥകളുമായി കൂട്ടിയിണക്കി അവതരിപ്പിച്ചു. ഭക്തിയിൽ ചാലിച്ച കവിത നിർമ്മിച്ചു. തുള്ളൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ കുഞ്ചൻ നമ്പ്യാരെ ജനകീയ കവി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം? അതിന് ഏറ്റവും ആപ്റ്റായ ആൻസർ എന്ന് പറഞ്ഞാൽ ജനസാമാന്യത്തിന് പരിചിതമായ അന്തരീക്ഷത്തെ പുരാണ കഥകളായി കൂട്ടിയിണക്കി അവതരിപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹം എന്തായിത്തീർന്നത്, അദ്ദേഹത്തിന് നമ്മൾ ജനകീയ കവി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ? തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണല്ലേ, തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. അതേപോലെ തന്നെ പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന ഏതാണ്? ഓട്ടംതുള്ളലാണ്. ആദ്യ തുള്ളൽ കൃതി ഏതാണ്? അത് കല്യാണ സൗഗന്ധികമാണ് ആദ്യ തുള്ളൽ കൃതി. അതെന്ത് തുള്ളലായിരുന്നു? ശീതങ്കൻ തുള്ളലായിരുന്നു. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഓട്ടംതുള്ളലിലെ പ്രധാന വൃത്തം എന്താണെന്നറിയാവോ? പ്രധാന വൃത്തം എന്ന് പറയുന്നത് തരങ്കിണി വൃത്തമാണ്. ഓട്ടംതുള്ളലിലെ പ്രധാന വൃത്തം എന്ന് പറയുന്നത് തരങ്കിണി വൃത്തമാണ്. അതേപോലെ തന്നെ പേവിഷബാധയേറ്റ് മരിച്ച കവിയാണ് ആര്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത്. ഇനി എന്നാണ് കുഞ്ചൻ ദിനം? കുഞ്ചൻ ദിനം എന്നറിയപ്പെടുന്നത് എന്നാണ്? മെയ് 5 കുഞ്ചൻ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി തുള്ളലിന് ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? മദ്ദളവും കുഴിത്താളവും, 2 വാദ്യോപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്, മദ്ദളവും കുഴിത്താളവും. അപ്പോൾ എന്തൊക്കെയാണ്? തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടംതുള്ളലാണ്. ആദ്യ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം. അതേപോലെ തരങ്കിണി വൃത്തത്തിലാണ് എന്ത് ഉപയോഗിക്കുന്നത്? സാധാരണ ഓട്ടംതുള്ളൽ ഉപയോഗിക്കുന്ന വൃത്തം എന്ന് പറയുന്നത് തരങ്കിണി വൃത്തമാണ്. കുഞ്ചൻ ദിനം എന്ന് പറയുന്നത് മെയ് 5. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. കിളിപ്പാട്ട് പ്രസ്ഥാനം ആരുടേതാണ്? കിളിപ്പാട്ട് പ്രസ്ഥാനം ആരായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി, തുഞ്ചത്ത് എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. അതായത് കിളിയെ കൊണ്ട് പാട്ട് പാടിക്കുന്ന രീതിയാണ് അദ്ദേഹം എടുത്തു പോന്നിരുന്നത്. അതേപോലെ തന്നെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, മലയാള ഭാഷയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാരല്ല, എഴുത്തച്ഛനാണ്. മലയാളത്തിലെ ആദ്യ കിളിപ്പാട്ടാണ് ഏത്? അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. അതേപോലെ തന്നെ പുതുമലയാൺമദൻ മഹേശ്വരൻ എന്ന എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് ആരാണെന്നറിയാവോ? പുതുമലയാൺമദൻ മഹേശ്വരൻ. പുതുമലയാൺമദൻ മഹേശ്വരൻ എന്ന തുഞ്ചത്ത് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് ആരാണ്? വള്ളത്തോളാണ്. വള്ളത്തോളാണ് പുതുമലയാൺമദൻ മഹേശ്വരൻ എന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഇത്: മഹാഭാരതം കിളിപ്പാട്ട്, അതേപോലെ ഹരിനാമ കീർത്തനം, അധ്യാത്മരാമായണം കിളിപ്പാട്ട്, 24 വൃത്തമൊക്കെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അതേപോലെ തന്നെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. കിളിയെ കൊണ്ട് പാട്ട് പാടിക്കുന്ന രീതിയാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കിളിപ്പാട്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുമാരനാശാൻ്റെ കവിതകളിൽ രചനാകാലം കൊണ്ട് താഴെ പറയുന്നവയിൽ ആദ്യം എഴുതിയത് ഏത്? കുമാരനാശാൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. അതായത് നമ്മുടെ ആരൊക്കെയായിരുന്നു? നമുക്കറിയാം 2 തരത്തിലാണ് കവിത്രയങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് എന്താണ്? പ്രാചീന കവിത്രയങ്ങളുമുണ്ട്, ആധുനിക കവിത്രയങ്ങളുമുണ്ട്. പ്രാചീന കവിത്രയങ്ങളിൽ ആരൊക്കെയാണ്? എഴുത്തച്ഛൻ ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. എഴുത്തച്ഛൻ, അതേപോലെ തന്നെ ആരാണ്? ചെറുശ്ശേരി, അതേപോലെ ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. ഇവർ 3 പേരുമാണ് പ്രാചീന കവിത്രയങ്ങൾ. ആധുനിക കവിത്രയങ്ങൾ വരുന്നത് ആരൊക്കെയാണ്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ അല്ലേ. ആശാൻ, അതേപോലെ ഉള്ളൂർ, വള്ളത്തോൾ.
ഇവർ 3 പേരുമാണ് ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2023 ചോദിച്ചതാണ്. അപ്പോൾ ഇവരെ 3 പേരുടെയും ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാര്യം ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലുമായിട്ട് 2023 മുന്നത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? എൽ പിക്ക് 2023 ചോദിച്ചതാണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? അതും എൽ പിക്ക് തന്നെ 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു പോർഷൻ അവരുടെ പ്രാചീന കവിത്രയങ്ങളും ആധുനിക കവിത്രയങ്ങളും അവരുടെ കാലഘട്ടവും അവരുടെ കൃതികളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിയാൽ രചനാകാലം കൊണ്ട് ആദ്യം എഴുതിയ കൃതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നളിനി ഏത് വർഷമാണ് എഴുതിയത്? 1911 നളിനി എഴുതിയത്. ലീല എഴുതിയത് 1914 ചിന്താവിഷയ സീത എഴുതിയത് 1919 വീണപൂവ് എഴുതിയത് 1907 സോ ഏതായിരിക്കും അദ്ദേഹത്തിൻ്റെ ആദ്യ രചനയെന്ന് പറയുന്നത്? ഇതിലേതായിരിക്കും വരുന്നത്? നമുക്കറിയാം അല്ലേ, കാലഘട്ടം നോക്കുമ്പോഴേക്കും ഓപ്ഷൻ ഡി വീണപൂവാണ് കുമാരനാശൻ എഴുതിയ ഈ തന്നിരിക്കുന്നവയിൽ ആദ്യം എഴുതിയത്. നളിനി 1911, ലീല 1914, അതേപോലെ ചിന്താവിഷ്ടിയ സീത 1919, വീണപൂവ് 1907. ഓക്കെ, അതേപോലെ കുമാരനാശാനെ പറ്റി പറയാനായിട്ട് മറ്റെന്തൊക്കെ ഫാക്ട്സ് ഉണ്ടെന്ന് നോക്കാം. ഒരു മിനിറ്റ്. എന്തൊക്കെയുണ്ട് അദ്ദേഹത്തെ പറ്റി പറയാനായിട്ട്? മാറ്റുവിൻ ചട്ടങ്ങളെ, ആ ഒരു പ്രസിദ്ധമായ കോട്ടാണല്ലേ, മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ അത് മാറ്റുവിൻ നിങ്ങളെത്താൻ, മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പാടിയത് ആരാണ്? കുമാരനാശാനാണ്. അതേപോലെ മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക കവി എന്നറിയപ്പെടുന്നത്, കാൽപ്പനിക കവിയാണ് കുമാരനാശാൻ. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ എന്താണ്, മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച കവിയാണ് ആരാ? നമ്മുടെ കുമാരനാശാൻ. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചതുർവിധ അഭിനയങ്ങളിൽ കഥകളിയിൽ ഇല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാചികം, ആഹാര്യം, ആംഗികം, സ്വാത്വികം. ഏതായിരിക്കും? അപ്പോൾ ഏതാണ് കഥകളിയിൽ ഇല്ലാത്തത്? ചതുർവിധ അഭിനയങ്ങളിൽ കഥകളിൽ ഇല്ലാത്ത ഏതാണ്? വാചികമാണ്. വാചികം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കുകൾ കൊണ്ടുള്ള അഭിനയമാണ്. വാക്കുകൾ കൊണ്ടുള്ള അഭിനയത്തെയാണ് വാചികം എന്ന് പറയുന്നത്. ആഹാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വേഷഭൂഷാദികൾ കൊണ്ടുള്ള അഭിനയമാണ് ആഹാര്യം എന്ന് പറയുന്നത്. എന്താണ് സ്വാത്വികം എന്ന് പറയുന്നത്? നമ്മുടെ സ്വാത്വിക ഭാവങ്ങൾ അതിനേക്കാണ് സ്വാത്വികം എന്ന് പറയുന്നത്. ആംഗികം എന്ന് പറയുന്നത് എന്താണ്? അംഗചലനങ്ങൾ കൊണ്ടുള്ള അഭിനയമാണ്, അംഗചലനങ്ങൾ കൊണ്ടുള്ളത്. അപ്പോൾ ഇതിൽ ചതുർവിധ അഭിനയങ്ങൾ ഇത് 4 ഇതിൽ നമുക്ക് കഥകളിൽ ഇല്ലാത്തതെന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ടുള്ള അഭിനയമാണ്. ഓക്കെ, ഇനി എന്താണ് കഥകളിയുടെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി. അതേപോലെ കഥകളി മുദ്രകൾ അടിസ്ഥാനമാക്കിയ ഗ്രന്ഥം എന്താണ് അറിയപ്പെടുന്നത്? അത് ഹസ്തലക്ഷണ ദീപികയാണ് കഥകളിയുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത്. കഥകളിയുടെ ആദ്യ രൂപമാണ് എന്തെന്ന്? രാമനാട്ടവും. കഥകളിയുടെ സാഹിത്യ രൂപമാണേത്? ആട്ടക്കഥയും. അതേപോലെ കഥകളിക്ക് മെയിനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ചെണ്ട, മദ്ദളം, അതേപോലെ ചേങ്ങില, ഇലത്താളം. ഓക്കെ, ഇനി അതേപോലെ എന്താണ് ഏതൊക്കെയാണ് അതിൻ്റെ കഥകളിയുടെ വേഷങ്ങൾ എന്ന് പറയുന്നത്? പച്ചയുണ്ട്, കത്തിയുണ്ട്, താടി, അതേപോലെ കരി, ഇനി മിനുക്ക്. ഇതൊക്കെയാണ് കഥകളിയുടെ വേഷരൂപങ്ങൾ എന്ന് പറയുന്നത്. പച്ചയെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാത്വിക കഥാപാത്രങ്ങളെ. അതേപോലെ കരിയാണെങ്കിലോ അത് രാക്ഷസ കഥാപാത്രങ്ങളെയും, കത്തിയാണെങ്കിൽ അത് ദുഷ്ട കഥാപാത്രങ്ങളെയും, ചുവന്ന താടിയാണെങ്കിൽ എന്താണ്? ക്രൂരമായ രാക്ഷസന്മാരെയും. അതേപോലെ മിനുക്ക് എന്താണ്? സ്ത്രീകളെയും മുനിമാരെയൊക്കെയുമാണ് മിനുക്ക് എന്ന കഥ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ മെയിനായിട്ടുള്ള കുറച്ച് കലാരൂപങ്ങളുണ്ട്. ഇത് നമ്മുടെ 2005 ചോദിച്ചതാണ്, പണ്ട് ചോദിച്ച ക്വസ്റ്റനാണ്. പക്ഷേ എങ്കിലും എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്ത് എല്ലാ ഫാക്ട്സും ഒന്ന് വായിച്ചിട്ട് പോവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാള കവിതാ സാഹിത്യ ചരിത്രം എന്ന കൃതി രചിച്ചതാരാണെന്ന്? മലയാള കവിതാ സാഹിത്യ ചരിത്രം ആരുടെയാണ്? ഡോക്ടർ എം ലീലാവതിയുടേതാണ് മലയാള കവിതാ സാഹിത്യ ചരിത്രം. അണയാത്ത ദീപമാണ് അണയാത്ത ദീപം ഡോക്ടർ ലീലാവതിയുടെ ആരെപ്പറ്റിയാണ്? ഗാന്ധിജിയെ പറ്റിയുള്ള ലീലാവതി എഴുതിയ ജീവചരിത്രമാണ് എന്ത്? അണയാത്ത ദീപം എന്ന് പറയുന്നത്. ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥയാണ് എന്ത്? ധ്വനിപ്രയാണം. എന്താണ്? ധ്വനിപ്രയാണമാണ് ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൽ പി സ്കൂൾ അസിസ്റ്റന്റ് 2013 ചോദിച്ചാണ്. ഏതാണ്? നമ്മുടെ കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിത ആരുടേതായിരുന്നു?
ചങ്ങമ്പുഴ. ഇത് ഈ ഇടയ്ക്ക് ഇത് 2013 LP സ്കൂൾ ടീച്ചർക്കാണ്. ഈ ഇടയ്ക്കത് LDCക്കോ ഏതോ ഒരു എക്സാമിന് ചോദിച്ചു തരുന്നത്. കാക്കേ കാക്കേ കൂടെവിടെ ആരുടേതാണ്? ഓപ്ഷൻ സി ഉള്ളൂറിൻ്റേതാണ് കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിത. അതേപോലെ ഉള്ളൂറിനെ എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? പണ്ഡിതനായ കവിയാണ് ഉള്ളൂർ. അതേപോലെ തന്നെ ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉള്ളൂരാണ്. കേരളവർമ്മയുടെ മയൂര സന്ദേശം എന്തിലേക്ക് മാറ്റി? ഇംഗ്ലീഷിലേക്ക് മാറ്റി തർജ്ജിമ ചെയ്തത് ആരാണ്? നമ്മുടെ ഉള്ളൂരാണ്. അതേപോലെ തന്നെ ഉള്ളൂർ എഴുതിയ ചമ്പുകൃതിയാണ് എന്ത്? ചമ്പുകൃതിയാണ് സുജാതോദ്വാഹം എന്ന് പറയുന്നത്. ഉള്ളൂരിൻ്റെ മഹാകാവ്യമാണേത്? ഉമാകേരളം ഉള്ളൂരിൻ്റെ മഹാകാവ്യമാണ്. അതേപോലെ ഉള്ളൂർ രചിച്ച നാടകമാണ് എന്ത്? അമ്പ എന്ന് പറയുന്നത്. അതേപോലെ ഉള്ളൂർ രചിച്ച സാഹിത്യ ചരിത്ര ഗ്രന്ഥമുണ്ട്. അതെന്താണ്? കേരള സാഹിത്യ ചരിത്രമാണ്. കേരള സാഹിത്യ ചരിത്രം. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞത് എന്തായിരുന്നു? മലയാള കവിതാ സാഹിത്യ ചരിത്രം എന്ന കൃതി ഡോക്ടർ എം ലീലാവതിയുടേതും കേരള സാഹിത്യ ചരിത്രം എന്ന ചരിത്ര ഗ്രന്ഥം എഴുതിയതാരാണ്? ഉള്ളൂരാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. OV വിജയൻ ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥയുടെ പ്രമേയമാണ്. OV വിജയൻ രചിച്ച ചെങ്ങന്നൂർ വണ്ടി എന്താണ്? അധികാരഘടനയുടെ നിഷ്ഠൂരതയും അതിൻ്റെ തകർച്ചയും. എന്താണ് OV വിജയൻ്റെ ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥയുടെ പ്രമേയം? ബാക്കിയൊന്നും ഞാൻ വായിക്കുന്നില്ല, കൺഫ്യൂഷനാകും. അധികാരഘടനയും നിഷ്ഠൂരതയും അതിൻ്റെ തകർച്ചയുമാണ് ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥയുടെ പ്രമേയം. അതായത് നമ്മുടെ OV വിജയൻ്റെ 14 കഥകളുടെ ഒരു സമാഹാരമാണ് എന്ത്? കടൽ തീരത്ത് എന്നുള്ളത്. കടൽ തീരത്ത് അത് അദ്ദേഹത്തിൻ്റെ 14 ചെറുകഥകളുടെ സമാഹാരമാണ്. ഈ പുസ്തകത്തിൽ നിന്നുള്ളതാണ് ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥ. അതേപോലെ അദ്ദേഹത്തിൻ്റെ മറ്റു ചെറുകഥകളാണ് ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി, അതേപോലെ വിജയൻ്റെ കഥകൾ, ബാലബോധിനി, കാറ്റുപറഞ്ഞ കഥ, അനശ്വര കഥകൾ. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ചെറുകഥകളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെള്ളായിയപ്പൻ എന്ന മലയാളത്തിലെ അനശ്വരമായ ഒരു കഥയിലെ കഥാപാത്രമാണ്. ഏത് കഥയിലെ കഥാപാത്രമാണ് എന്ത്? വെള്ളായിയപ്പൻ എന്നുള്ളത്. ഏതായിരിക്കും? വെള്ളായിയപ്പൻ എവിടത്തെയാണ്? കടൽ തീരത്ത്. കടൽ തീരത്തിലെ കഥാപാത്രമാണ് ആര്? വെള്ളായിയപ്പൻ എന്ന് പറയുന്നത്. കുപ്പിവളകൾ എന്ന കൃതി ആരുടേതാണ്? അത് സാറാ തോമസിൻ്റേതാണ് കുപ്പിവളകൾ എന്ന കൃതി. അതേപോലെ തന്നെ കടലിൻ്റെ വക്കത്തൊരു വീട് ആരുടേതാണ്? മാധവിക്കുട്ടിയുടേതാണ് കടലിൻ്റെ വക്കത്തൊരു വീട്. മാണിക്യൻ ആരുടേതാണ്? അത് ലളിതാംബിക അന്തർജനത്തിൻ്റേതാണ്. ഇനി അതേപോലെ പ്രശസ്തമായ കുറച്ച് കഥാപാത്രങ്ങളും കൃതികളും പഠിക്കാം. ഭീമൻ ഏതിലെയാണ്? ഭീമൻ MTയുടെ രണ്ടാം ഊഴത്തിലേതാണ്. ഭീമൻ MT രണ്ടാമൂഴം അല്ലേ? അതേപോലെ തന്നെ കർണൻ ഏതിലാണ്? കർണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ, PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ആര്? കർണൻ. പപ്പു എവിടെ നിന്നാണ്? പപ്പു P കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് ആര്? പപ്പു എന്ന് പറയുന്നത്. അതേപോലെ ചുടലമുത്തു മോഹനന്മാരെ ഏതിലേതാണ്? ചുടലമുത്തു മോഹനൻ. അതൊക്കെ നമ്മുടെ തോട്ടിയുടെ മകൻ തകഴിയുടെ തോട്ടിയുടെ മകനിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. ആരൊക്കെ? ചുടലമുത്തുവും മോഹനനും. രവിയും അപ്പുക്കിളിയൊക്കെ ആരുടെയാണ്? രവി അപ്പുക്കിളിയൊക്കെ ഖസാക്കിൻ്റെ ഇതിഹാസം, OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. അതേപോലെ ഖദീജ ഏതിലേതാണ്? ഖദീജ അതായത് ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന പ്രശസ്തമായ കൃതിയിലെ കഥാപാത്രമാണ് ആര്? ഖദീജ എന്ന് പറയുന്നത്. വാസവദത്തയോ? കുമാരനാശാൻ്റെ കരുണയിലെ പ്രധാന കഥാപാത്രമാണ്. ഓക്കെ, അതേപോലെ ഇങ്ങനത്തെ മെയിനായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സും അത് ഏത് കൃതിയാണെന്നും അതിൻ്റെ രചയിതാവ് ഏതാണെന്നും ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. മലയാളത്തിലെ ആദ്യ ചെറുകഥ എന്താണ്? പുല്ലേലി കുഞ്ചു, പാതിര കൊലപാതകം, വാസനാവികൃതി, ഇന്ദുലേഖ. ഏതാണ് മലയാളത്തിലെ ആദ്യ ചെറുകഥ എന്ന് പറയുന്നത്? അത് ഓപ്ഷൻ സി വാസനാവികൃതിയാണ്. പുല്ലേലി കുഞ്ചു എന്ന് പറയുന്നത് എന്താണ്? ഒരു നോവലാണ്. ആരുടേതാണത്? ആർച്ച് ഡീക്കൻ കോശി. ആരാണ്? ആർച്ച് ഡീക്കൻ കോശി രചിച്ച ഒരു നോവലാണ് എന്തെന്ന് പറയുന്നത്? പുല്ലേലി കുഞ്ചു എന്ന് പറയുന്നത്. അതേപോലെ ഇന്ദുലേഖ ആരുടേതാണ്? ചന്തുമേനോൻ്റെ. ചന്തുമേനോൻ്റെ ഇന്ദുലേഖ അല്ലേ? ചന്തുമേനോൻ. ഏതാണ്? ലക്ഷണമൊത്ത ആദ്യ നോവലാണ് ഇന്ദുലേഖ എന്നറിയപ്പെടുന്നത്. ഇനി കുറച്ച് കൃതികൾ നോക്കാം. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്?
അത് അപ്പു നെടുങ്ങാടി എഴുതിയ കുന്തലതയാണ് മലയാളത്തിലെ ആദ്യ നോവൽ എന്നറിയപ്പെടുന്നത്, അപ്പു നെടുങ്ങാടി. അതേപോലെ ആദ്യ ലക്ഷണമൊത്ത നോവലാണ് ഏത്? ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശമാണ്. ഏതാണ്? ഉണ്ണുനീലി സന്ദേശം. അതേപോലെ മലയാളത്തിൽ രചിച്ച ആദ്യ ചരിത്ര നോവലാണ് ഏത്? ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് ആദ്യ ചരിത്ര നോവൽ. ആദ്യ സാഹിത്യ മാസിക ഏതാണ്? സാഹിത്യ മാസിക എന്ന് പറയുന്നത് വിദ്യാവിലാസിനിയാണ്. വിദ്യാവിലാസിനി. ആദ്യത്തെ മഹാകാവ്യം ഏതാണ്? മലയാളത്തിലെ ആദ്യ മഹാകാവ്യമാണേത്? കൃഷ്ണഗാഥ. കൃഷ്ണഗാഥയാണ് ഫസ്റ്റ് മഹാകാവ്യം. അതേപോലെ അപസർപ്പക നോവൽ. അപസർപ്പക നോവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റക്റ്റീവ് നോവൽ ഏതാണ്? അത് അപ്പൻ തമ്പുരാൻ രചിച്ച ഭാസ്കരമേനോൻ. ഭാസ്കരമേനോൻ എന്ന കൃതിയാണ് ആരാണ് രചിച്ചത്? അപ്പൻ തമ്പുരാൻ. അപ്പൻ തമ്പുരാൻ രചിച്ച ഭാസ്കരമേനോനാണ് ആദ്യത്തെ ഡിറ്റക്റ്റീവ് നോവൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? ആദ്യത്തെ വിലാപകാവ്യം ഏതാണ്? VC ബാലകൃഷ്ണപിള്ള രചിച്ച ഒരു വിലാപമാണ് ആദ്യത്തെ വിലാപകാവ്യം എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം ഏതാണെന്ന് അറിയാവോ? മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത മഹാകാവ്യം എന്നറിയപ്പെടുന്നത് അത് രാമചന്ദ്രവിലാസമാണ്. രാമചന്ദ്രവിലാസമാണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത മഹാകാവ്യം. മലയാളത്തിലെ ആദ്യ വിലാപ കാവ്യമാണ് ഏത്? ഒരു വിലാപം. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത മഹാകാവ്യം രാമചന്ദ്രവിലാസം. അതേപോലെ മലയാളത്തിലെ ആദ്യ ചെറുകഥ വാസനാവികൃതി നമ്മൾ പറഞ്ഞു. മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ ഏതാണ്? ആദ്യത്തെ സൈബർ നോവൽ എന്ന് പറയുന്നത് നൃത്തമാണ്. ആദ്യ ഓഡിയോ നോവൽ ഏതാണ്? ഓഡിയോ നോവൽ എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ പേര്. ഇതാണ് എൻ്റെ പേര്. അതാണ് എന്താണ്? മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അധ്യാപക കഥകൾ എഴുതി ശ്രദ്ധേയനായ മലയാള കഥാകൃത്ത് ഏതാണ്? ഓപ്ഷൻ എ കാരൂർ നീലകണ്ഠപിള്ളയാണ്. ഓക്കെ, അതായത് കണ്ടപ്പൻ എന്ന തൂലികാനാമത്തിൽ എന്താണ്? കണ്ടപ്പൻ എന്ന തൂലികാനാമത്തിൽ ഹാസ്യലേഖനങ്ങൾ എഴുതിയത് കാരൂറാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഗൃഹനായിക, അതേപോലെ പൂവമ്പഴം, പിശാചിൻ്റെ കുപ്പായം, മരപ്പാവകൾ, കാൽചക്രം, അതേപോലെ മേൽവിലാസം എന്നിവയെല്ലാം എന്താണ്? ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. മലയാളത്തിലെ ആദ്യ അധ്യാപക സർവീസ് സ്റ്റോറി അതായത് പാഠം 30 എന്നത് ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ്. അതേപോലെ ഇദ്ദേഹം കാരൂർ നീലകണ്ഠപിള്ളയ്ക്ക് ശേഷം പിൽക്കാലത്ത് അധ്യാപക കഥകൾ എഴുതിയ കഥാകാരനാണ് ആര്? അക്ബർ കക്കട്ടിൽ എന്നുള്ളത്. അതേപോലെ മറ്റൊരു ഫാക്റ്റാണ് പൂവമ്പഴം. നമ്മൾ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണെന്ന്. അതേപോലെ പൂവമ്പഴം എന്ന പേരിൽ കൃതികൾ എഴുതിയൊരു മറ്റു കുറച്ച് പേരും കൂടി ഉണ്ട്. ആരൊക്കെയാണ്? മാധവിക്കുട്ടി, അതേപോലെ ബഷീറും. ഇവർ രണ്ടുപേരും പൂവമ്പഴം എന്ന പേരിൽ കൃതി എഴുതിയിട്ടുണ്ട്. അപ്പോൾ മാധവിക്കുട്ടി, ബഷീർ, കാരൂർ ഇവർ 3 പേരുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പൂവമ്പഴം എന്ന പേരിൽ കൃതികൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്